പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു. കായംകുളം നഗരസഭ, താലൂക്ക് ആശുപത്രി എന്നിവയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം നടത്തിയത്. ഭക്ഷ്യധാന്യ കിറ്റ്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. രോഗിയും കുടുംബവും അനുഭവിക്കുന്ന സകലമാന പ്രശ്നങ്ങളും മനസ്സിലാക്കുന്നതിനും പങ്കാളിത്ത പ്രശ്ന പരിഹാര മാർഗങ്ങൾ സ്വീകരിച്ച് താഴ്ന്നുപോയ ജീവിത ഗുണനിലവാരം കായംകുളം നഗരസഭയുടെയും കായംകുളം താലൂക്ക് ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിലാണ് പാലിയേറ്റീവ് ദിനം ആചരിച്ചത്. യു പ്രതിഭ MLA ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കായംകുളം നഗരസഭയെ സംബന്ധിച്ച് 44 വാർഡാണ്. ഞാനിവിടെ MLA ആയിട്ട് 8 വർഷം കഴിഞ്ഞു, 9ാമത്തെ വർഷമാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, ഒരുപാട് ഫണ്ട് കായംകുളം നഗരസഭയിലേക്ക് എനിക്ക് ചെലവഴിക്കേണ്ടി വരുന്ന റോഡിന് വേണ്ടിയാണ്. കാരണം അത്രയധികം റോഡുകൾ ഇല്ലാതിരുന്ന ഒരു നഗരസഭയാണ്. ഞാൻ കിട്ടുന്ന ഫണ്ട് മൊത്തം എനിക്ക് തോന്നുന്നു മജോറിറ്റി കായംകുളം നഗരസഭയുടെ റോഡുകൾ. എന്നിട്ടും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എത്ര കൗൺസിലേഴ്സ് ഞാനിവിടെ വന്നപ്പോൾ എന്നോട് റോഡിനെ പറ്റി ചോദിച്ചു. അപ്പം അത്രയും വലിയ വാർഡുകളാൽ സമ്പന്നമായ വലിയ പ്രദേശങ്ങളുള്ള, ഒപ്പം നിരവധി വികസന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു നഗരസഭയിൽ ഇത്തരത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനും ഒരുപാട് പണം വേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. മുതൽ ഇപ്പം ഞാൻ വന്നപ്പോൾ വീടില്ലാത്തവർ വന്ന് പറഞ്ഞു, വീടിന് സ്ഥലം കണ്ടെത്തി ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കേണ്ട പദ്ധതിയൊക്കെ പരിഗണനയിൽ ഇരിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷത വഹിച്ചു. വലിയൊരു കെട്ടിടം വരുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ സ്ഥലപരിമിതിയുണ്ട്. ആ സ്ഥലപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. ആ ഉള്ള സജ്ജീകരണത്തിൽ തന്നെ നമുക്ക് അറിയാം, നമ്മുടെ പട്ടണത്തിന്റെ, നമ്മുടെ കായംകുളത്തിന്റെ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നും അടക്കം നമ്മുടെ താലൂക്ക് ആശുപത്രിയിലേക്ക് ഒട്ടനവധി ആളുകൾ വരുന്നത്. കൂടാതെ നമ്മുടെ ഹൈവേയിലുണ്ടാകുന്ന വാഹനാപകടങ്ങൾ, നമ്മുടെ പടിഞ്ഞാറൻ പ്രദേശത്ത് എന്ന വെള്ളത്തിലുണ്ടാകുന്ന അപകടങ്ങളടക്കം നമ്മുടെ ആശുപത്രിയിലേക്കാണ് ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ റെഫർ ചെയ്ത് മറ്റ് ഹോസ്പിറ്റലുകൾ. അപ്പോൾ അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ഹോസ്പിറ്റൽ. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജി S. സ്വാഗതം പറഞ്ഞു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഹബീബ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ S. കേശുനാഥ്, ഷാമില അനിമോൻ, ഹരിലാൽ, വിജയശ്രീ, റെജി മാവനാൽ, ബിനു അശോക്, ഷീജ, രഞ്ജിതം, രാജശ്രീ കമ്മത്ത്, ഗംഗാദേവി, ഫാദർ ഫിലിപ്പ്, ഫാദർ ജെയിൻ, ADG ഗ്രൂപ്പ് ഡയറക്ടർ ഷഫീഖ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷാനവാസ്, ശ്രീകുമാർ, പാലിയേറ്റീവ് നഴ്സ് ഷിൽദ സെബാസ്റ്റ്യൻ, ഷീബ, നബീസത്ത് എന്നിവർ പങ്കെടുത്തു. ചേതന ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് മുതിർന്ന വ്യക്തികളെ ആദരിച്ചു. രോഗികൾക്കുള്ള ഭക്ഷ്യക്കിറ്റും മെഡിക്കൽ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം.